ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ, എനിക്കൊരു കമൻറ്റിൽ ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കോഴി പിന്നെ പഞ്ചായത്തിൽ നിന്ന് കോഴി കിട്ടിയതാണ്, അതിനിങ്ങനെ കോഴി കാഷ്ടത്തിൽ ബ്ലഡ് കാണുന്നുണ്ട്, ഒരു മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനൊരു മരുന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അസുഖമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് അത് കമൻറ്റ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു സന്തോഷം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ. പിന്നെ വാട്സപ്പ് വോയിസ് ഒന്നും നമുക്കെടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കമൻറ്റിലൂടെ അറിയിച്ചപ്പോൾ ഞങ്ങൾക്കത് പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ കഴിവതും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ് ഹോം റെമഡിയാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. നാടൻ മരുന്ന് ചെയ്തിട്ട് അതുകൊണ്ട് മാറ്റാനാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതും അതുതന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനെന്താ കൊടുക്കുക എന്ന് വെച്ചാൽ, നമ്മളുടെ ഉലുവല്ലേ, ആ ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് അത് തൈരിൽ മിക്സാക്കിയിട്ട് കോഴികൾക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കോഴിക്കാഷ്ടത്തിൽ ബ്ലഡ് കലർന്നിട്ട് കോഴികൾ കാഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ തോനെ കോഴികളൊക്കെ ഉള്ളവർക്ക് ഇത് ഏത് കോഴിയാണിത് പിന്നെ കാഷ്ടിക്കണമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കമൻറ്റ് വന്ന് അവർക്ക് ആകെ 5 കോഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് കോഴികളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഫാമിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ എല്ലാ കോഴികളും ഒരുമിച്ച് നിൽക്കണം. കാരണം ചെറിയതും വലുതൊക്കെ കുറച്ച് തോനെ കോഴികളുണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ഏത് കോഴിയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇത് എപ്പോഴും നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. മെയിനായിട്ട് അതിന് വേണ്ടത് വൃത്തി തന്നെയാണ്. കോഴിക്കൂട്ടിലൊക്കെ പിന്നെ ലിറ്റർ വിരിച്ചിട്ട് നമ്മളുടെ ഈ പൊടികളുണ്ടല്ലോ, അറക്കപ്പൊടി, അതേപോലെ നമ്മളിവിടെയൊക്കെ അറക്കപ്പൊടി എന്നാണ് പറയുക. അതേപോലെ ഈ മരത്തിൻ്റെ ചിന്തയിലൊക്കെ വിരിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോഴിക്കൂടൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഈ ഇളക്കി മറിക്കാനൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ആ ലിറ്ററൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കോഴികൾ വിട്ടതിൻ്റെ ശേഷം. എന്നിട്ട് അതിൽ കുമ്മായ ഉണ്ടെങ്കിൽ കുമ്മായൊക്കെ ഒന്ന് വിതറി കൊടുക്കുക. മെയിനായിട്ട് ഇത് വൃത്തി കുറവുണ്ടാകുമ്പോഴാണ് വരിക. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഞാനൊക്കെ എന്താ ഇതിനൊക്കെ പരിഹാരമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ കമ്പ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ കോഴിക്കൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പട്ടിക അതേപോലെ കഴുക്കോലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ ആ കോഴികൾ അതിൻ്റെ മുകളിലാണ് കയറിയിരിക്കുക. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് വൃത്തികേട് അവർക്ക് ഉണ്ടാവില്ല. അവർ അതിലല്ലല്ലോ നിൽക്കണത്. അതേപോലെ പിന്നുള്ളത് വേണ്ടത് തീറ്റപ്പാത്രങ്ങൾ നന്നായിട്ട് കഴുകുക. അതേപോലെ വെള്ളപാത്രങ്ങൾ ഡെയിലി കഴുകുക. ഹൈജീനാണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത്. ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴിക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, ഞാനത് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാഞ്ഞത്. പിന്നെ ഞാൻ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് പൊടിക്കുമ്പോൾ ഞാൻ കുറച്ച് തോനെ പൊടിച്ചിട്ടൊരു പാത്രത്തിലിട്ട് വെക്കും. എന്നിട്ട് പാക്കറ്റിൻ്റെ തൈരില്ലേ അത് വാങ്ങുക. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മിൽമയിൽ പോയിട്ട് നമ്മളുടെ സൊസൈറ്റി പോയിട്ട് പാല് കൊടുന്നേക്കാറുണ്ട്. അങ്ങനെ പാല് കൊടുന്നിട്ട് ഞാൻ തൈരുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് ആ തൈരും ഈ പിന്നെ ഉലുവയും കൂടിയും മിക്സാക്കിയിട്ട് നമ്മളെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ തീറ്റയിലാണ് മിക്സ് ചെയ്യുക. കാരണം എനിക്ക് കൂടുതൽ പിന്നെ കോഴികളുള്ള കാരണം കൊണ്ട് ഇത് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് എനിക്ക് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് പിന്നെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് രോഗം വരാതിരിക്കാനുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഈ തൈരൊക്കെ നല്ല പ്രോബയോട്ടിക്കാണ്. അതേപോലെ ഈസ്റ്റ് പ്രോബയോട്ടിക്കാണ്. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുളിച്ച അങ്ങനത്തെ സംഗതികളൊക്കെ. അതേപോലെ നമ്മളുടെ ഈ മാവൊക്കെ അരച്ചിട്ട് നമ്മൾ ദോശക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരക്കില്ലേ, അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിലും അതേപോലെ അതിൻ്റെ പാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴുകില്ലേ, ആ കഴുകിയ വെള്ളമൊക്കെ ഞാൻ കോഴികളുടെ തീറ്റയിൽക്കാണ് കേട്ടോ ഒഴിക്കാറ്. പുളിയുള്ള സംഭവമാണല്ലോ അതൊക്കെ നല്ല പ്രോബയോട്ടിക്കാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല
കുടലിലൊക്കെ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യാൻ വേണ്ടി ഇത് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ നോക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നല്ല നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യുമ്പോൾ എന്താവും, നല്ല ആരോഗ്യമുള്ള കോഴികളുണ്ടാവും. അതേപോലെ അസുഖങ്ങൾ കുറയും. പിന്നെ നമുക്ക് വിരമരുന്നിൻ്റെ കാര്യമാണ്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. 2 മാസം കൂടുമ്പോൾ, ഇനിയിപ്പോൾ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വിര ഇളക്കണം. ഒരേ മരുന്ന് വെച്ച് വിര ഇളക്കണ്ട. ആൽബോമർ, ആൽബൻഡസോൾ, ഫെബൻഡസോളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് കൊടുത്ത് നോക്കുക. പിന്നെ ഫെൻഡാസ് പ്ലസ്, പിന്നെ ആൽബോമർ, ഫെൻഡാസ് പ്ലസ് അതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെ കൊടുക്കും. ഒരേ മരുന്ന് തന്നെ കൊടുക്കണം, മാറി മാറി ഒന്ന് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കുട്ടികളൊക്കെ ഇതൊക്കെ എൻ്റെതിപ്പോൾ 2 മാസം കഴിഞ്ഞ് 3 മാസം ആയ കുട്ടികളാണ്. ഇവരെയൊക്കെ ഇപ്പോൾ വിരമരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി. ഇപ്പോഴും ഇവർക്കൊക്കെ ഗ്രോവർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ ഈ ഗ്രോവർ മുട്ടത്തീറ്റ ഞാൻ പറയാറില്ല, അവർക്ക് വേറെ കൊടുത്തിട്ട് എല്ലാ തീറ്റയും നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കണ പച്ചക്കറിയും അങ്ങനത്തെ തീറ്റകളൊക്കെ ഞാൻ വിടുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് വിടും. അങ്ങനെയുള്ള മിക്സ് ചെയ്ത തീറ്റയിലാണ് കേട്ടോ ഞാനിതെല്ലതും കൊടുക്കുക. ഇവർക്കും അവർക്കും കൂടി തിന്നാൻ പറ്റുന്ന തീറ്റയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. രാവിലത്തെ തീറ്റ, മറ്റേ തീറ്റ ഞാൻ ചോളത്തോടും ഇതൊക്കെ കൊടുക്കുമല്ലോ, അതിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ ഈ കോഴികൾ കാഷ്ടത്തിലൂടെ ബ്ലഡ് വരുന്നത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റും. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഈ ഇന്ന കോഴിയാണ് ഇത് കാഷ്ടം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കോഴിക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വല്ല വെള്ളം പോലെ ഒന്നും ആക്കണ്ട. ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് ലേശം തൈരിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾ 2-3 നേരം കൊടുത്ത് നോക്ക് കേട്ടോ. പെട്ടെന്ന് മാറും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ എന്താണ് കോഴികൾ തൂങ്ങി നിൽക്കണമെന്ന് കണ്ടാൽ, ഇങ്ങനെയുള്ള കോഴികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കൂട് മാറ്റിയിടണം കേട്ടോ. ഒരേ കൂട്ടിൽ തന്നെ പിന്നെ ഇടണ്ട. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, പിന്നെ വരാത്ത കോഴികൾക്കും കൂടി നിങ്ങൾ കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ മാസങ്ങളിലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ പച്ചിലകളൊക്കെ കൂടിയുള്ള ഇതില്ലേ, എന്ത് പറയാം, നമ്മളെ തുളസിയും കഞ്ഞിക്കുറുക്കും അതൊക്കെ ഞാൻ ഒരാഴ്ച കൊടുക്കും. അതേപോലെ ഉള്ളി കൊടുക്കും, ചെറിയ ഉള്ളി അരച്ചിട്ട് കൊടുക്കും, ഇഞ്ചി അരച്ചിട്ട് കൊടുക്കും. അതൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തും കൊണ്ടേയിരിക്കും. അതേപോലെ ഉലുവ പൊടിച്ചതും തൈരും ഇടയ്ക്ക് കൊടുത്തും കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് എൻ്റെ ഫാമിൽ അങ്ങനത്തെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അങ്ങനെ വന്നിട്ടാണ് ഞാനിത് കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യത്തെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നൊന്നലും തുടങ്ങിയതൊന്നല്ല കോഴിനെ വളർത്താൻ. ആദ്യം ഞാൻ ഈ കോഴി വളർത്തലിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോഴി എന്ത് സംഗതികളും നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ പ്രവൃത്തി പരിചയം വരിക. നമ്മളിപ്പോൾ ഒരു സംഭവം പഠിച്ചു, നമ്മൾ ആ പഠിച്ചത് മാത്രമേ നമ്മളെ ഹൃദയത്തിലുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ആ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിച്ചതുപോലെ ആവില്ല നമുക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിങ് നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഡ്രൈവിങ് പഠിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മൾ പഠിപ്പിച്ച് തരുന്ന ആളെത്തുണ്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം ഉണ്ട്, നമ്മളെടുത്തുണ്ട്. അവർ നമുക്ക് പഠിപ്പിച്ചും കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വണ്ടി വേറൊരു വണ്ടിയായിട്ടും അതേപോലെ ലെവലില്ലാത്ത പോക്കിലാണെന്ന് വെച്ചാൽ അവർ വേഗം ക്ലച്ചും ബ്രേക്കൊക്കെ അവിടെ ചവിട്ടും. നേരെ മറിച്ച് നമ്മൾക്ക് ലൈസൻസൊക്കെ കിട്ടിയിട്ട് നമ്മൾ പിന്നെ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഓടിക്കേണ്ടത്, എവിടെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത്, എവിടെയാണ് ഹാഫ് ക്ലച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പഠിച്ചിറങ്ങുക. പിന്നെ നമ്മളെന്താ ചെയ്യുക, അത് ഓടിച്ചിട്ട് നമുക്ക് പ്രാക്ടീസാവും എവിടെ എന്തൊക്കെ ഏതൊക്കെ. അതേപോലെ തന്നെയാണ് എന്തും. ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ നല്ല രസമാണ്, അത് കളിക്കുന്ന ആൾക്കാർക്കേ അതിൻ്റെ ഇതറിയുള്ളൂ. അതേപോലെ ഇറങ്ങി കളിക്കുമ്പോഴാണ് അതിൻ്റെ ഇതറിയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളോട് പലരും പലതും പറയും. അതൊക്കെ നമുക്ക് കോഴി വളർത്താത്തവരും അതിനെപ്പറ്റി പറയാനേ പറ്റില്ല, അറിയാനും പറ്റില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ലതും ചീത്ത വശങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴി വളർത്തലിലേക്ക് വരണം. അപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ടൊന്ന് ഫ്ലോപ്പ് ആവും. കോഴി വളർത്തലിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോവാതെ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് ചെയ്ത്, ആദ്യ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് 1-2 കോഴിയൊക്കെ ചത്തുന്നൊക്കെ വരും. ഒന്ന് ചീഞ്ഞിട്ടാണ് ഒന്നിന് വളാവുക എന്നല്ലേ പറയുക. അപ്പോൾ അതേപോലെ നമ്മൾ അതിൽ ക്ഷമ നശിച്ച് നമ്മൾ പിന്നോട്ട് പോവാതെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോഴികൾക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. കാരണം നമ്മളതൊക്കെ പഠിച്ച് അത് മുന്നേറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്കൊക്കെ ആദ്യം ഒരു വീഴ്ച എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെയൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിൽ പൂർവാധികം ശക്തിയോടെയാണ് നമ്മൾ വരിക. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിഷമിക്കണ്ട. ആൻറ്റിബയോട്ടിക് കൊടുക്കണേക്കാട്ടിലും മുന്നേ
ഉലുവ വറുത്ത് പൊടിച്ച് തൈരിൽ മിക്സാക്കിയിട്ട് ധൈര്യത്തിൽ കൊടുത്തോളൂ. നിങ്ങൾ എല്ലാ കോഴികൾക്കും കൊടുത്തോ, ഒരു കുഴപ്പമുണ്ടാവില്ല. നന്നായിട്ട് സെറ്റായിട്ട് വരും. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, പുളിയുള്ള സംഭവങ്ങൾ, തൈരുകൾ, ഈസ്റ്റുകൾ, അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രോബയോട്ടിക്കുകൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ കുടലിൽ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യും. നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്താൽ കോഴികൾ നല്ല ആരോഗ്യത്തോടെ അവരുടെ ദഹനം ഒക്കെ സുഗമമായിട്ട് നല്ല സുഖത്തിലുള്ളൊരു ആരോഗ്യമായിട്ടുള്ള അവർക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഹോം റെമഡി ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നിങ്ങൾക്കിത് ഉലുവ വറുത്ത് പൊടിച്ച് തൈരും കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം കേട്ടോ. ഡോക്ടറെ കാണാതിരിക്കരുത്. ഡോക്ടറെ പോയി കണ്ടിട്ട് അവിടുന്ന് എന്താ മരുന്ന് കൊടുന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ. താങ്ക് യു.